സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ. ഒരു സൈഡിൽ സ്പൈഡർമാൻ ബ്രാൻഡിയുടെ പടം ഇറങ്ങാനായിട്ട് ഏകദേശം 4 മാസത്തിന് താഴെ സമയം മാത്രം ബാക്കി നിൽക്കെ ടീസർ ട്രെയിലർ വിഭാഗത്തിൽ നിന്ന് യാതൊരുവിധ അപ്ഡേറ്റും ഇല്ലെന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു സൈഡിൽ ഡിസംബർ ഇറങ്ങാനിരിക്കുന്ന ഡൂംസ്ഡേ ചുറ്റിപ്പറ്റിയിട്ടുള്ള തിയറീസ് റൂമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പഞ്ഞുമില്ലാതെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡൂംസ്ഡേ പടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി ആവശ്യത്തോടെ കാത്തിരിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സ് ഏതൊരു ടൈം ലൈനിൽ എങ്ങനെയായിരിക്കും വരാൻ പോകുന്നതെന്ന് ചുറ്റിപ്പറ്റി ഓരോ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് പലവിധത്തിലുള്ള റൂമേഴ്സാണ് കറങ്ങി നടക്കുന്നത്. അക്കൂട്ടത്തിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എൻട്രിയാണ് ക്യാപ്റ്റൻ അമേരിക്ക. സോ ഡൂംസ്ഡേയിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു പൊസിഷനെ പറ്റിയിട്ടും ക്യാപ്റ്റൻ അമേരിക്ക ഏതൊരു രീതിയിൽ അപ്പിയർ ആവാനാണ് ചാൻസസ് കൂടുതൽ എന്നതിനെ വെച്ച് വരുന്ന ഒരു തിയറികളും പരിപാടികളൊക്കെ തന്നെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ഫണ്ടാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് പടത്തിനെ ബേസ് ചെയ്ത് പറഞ്ഞു തുടങ്ങേണ്ടി വരും. ആ ഒരു പടത്തിൽ നിന്നാണ് ഈ ഒരു തിയറിയുടെ മെയിൻ ബേസ്. സ്ട്രോങ് ഇൻസൈഡ് റിപ്പോർട്ട്സ് വഴി നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ ക്രിസ് ഇവാൻസ് അവതരിപ്പിക്കുന്ന ഈ ഒരു ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു പ്രസൻസ് നമുക്ക് ഫണ്ടാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിൽ ഓൾറെഡി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യമാണ്. പടത്തിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനായിട്ട് നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത് റീഡ് റിച്ചാർഡ്സിന്റെ മോന്റെ അടുത്ത് കുട്ടികളെയും കളിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഡൂമിനെ ആയിരുന്നു. സോ ഓൾറെഡി ആദ്യം ഒരു പ്ലാൻ ചെയ്തത് ആ ഒരു സീന് വരെ ക്യാപ്റ്റന്റെ ഒരു സീൻ വെക്കുവാനായിരുന്നു. പക്ഷേ ഡോക്ടർ റൂമിനെ എത്രയും പെട്ടെന്ന് മാർവൽ യൂണിവേഴ്സിലോട്ട് പ്രസന്റ് ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ടും ക്രിസ് ഇവാൻസിന്റെ ആ ഒരു ക്യാപ്റ്റൻ അമേരിക്കനെ ആ ഒരു ടീസർ ഉണ്ടല്ലോ, ഡൂംസ്ഡേക്ക് മുമ്പായിട്ട് വന്ന ആ ഒരു 4 ടീസർ അതിലൊരു സർപ്രൈസ് എലമെന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ അവർ വിചാരിച്ചുകൊണ്ടുമാണ് ആ ഒരു സീക്വൻസ് അവരോട് എടുത്ത് മാറ്റിയത്. ഓക്കെ, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഫണ്ടാസ്റ്റിക് ഫോറിൽ എന്താണ് ക്യാപ്റ്റന്റെ ആവശ്യം, ഇനിയിപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ അവർ വിചാരിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഇങ്ങനെ ഒരു റൂമർ വന്നതിന് ശേഷം ഫണ്ടാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പടം മാർവൽ ഫാൻസ് എല്ലാവരും കൂടെ എടുത്തിട്ട് വീണ്ടും വീണ്ടും കാണാൻ തുടങ്ങി. എന്തെങ്കിലും ഒരു ഈസ്റ്റർ എഗ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിക്ക് നോക്കി പിടിച്ച് വന്നപ്പോഴാണ് ഈ ഒരു സീൻ അവരുടെ കണ്ണിപ്പെട്ടത്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഒരു ചെക്കനും ആളുടെ അപ്പനും കൂടി ഫണ്ടാസ്റ്റിക് ഫോറിന്റെ ഒരു കാർട്ടൂൺ കാണുന്നു എന്നുള്ള രീതിക്കാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അത് ക്യാപ്റ്റൻ അമേരിക്ക സ്റ്റീവ് റോജേഴ്സ് അല്ലേ. സോ പോസ്റ്റ് ക്രെഡിറ്റ് സീനായിട്ട് അവർ പ്ലാൻ ചെയ്തിരുന്ന ഒരു സീക്വൻസ് അവിടെ വെക്കാൻ സാധിക്കാത്ത പക്ഷം അവർ പടത്തിൽ തന്നെ ഒരു ചെറിയൊരു സീക്വൻസ് ആയിട്ട് തിരികെ കയറ്റിയതാണെന്നുള്ള രീതിക്കാണ് ഫാൻ തിയറി ആയിട്ട് കറങ്ങി നടക്കുന്ന കാര്യം. ഓക്കെ, ഇനി ഇതിപ്പോൾ സത്യമാണെങ്കിൽ തന്നെ ഒരു ലോഡ് സംശയങ്ങൾ ഇപ്പോൾ നമ്മുടെ മൈൻഡിൽ വന്ന് കാണും. ക്യാപ്റ്റൻ അമേരിക്ക എങ്ങനെ ഈ ഒരു യൂണിവേഴ്സിലോട്ട് ഫണ്ടാസ്റ്റിക് ഫോറിന്റെ ഈ ഒരു 8-8 യൂണിവേഴ്സിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടു എന്നതിൽ തുടങ്ങി ഒരു ലോഡ് സംശയങ്ങളുണ്ടാവും. അതിൽ ഒന്നൊന്നായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് നോക്കാം. എത്രയൊക്കെ ക്ലിയർ ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ ലൂപ്പ് ഹോൾസ് അവിടെ ഇവിടെയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അതിനെ എങ്ങനെ അടയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ ചെറുക്കൻ എങ്ങനെ വലുതായി എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ആ ടീസറിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു കൈക്കുഞ്ഞുമായിട്ട് ക്യാപ്റ്റൻ നിൽക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ആ ഒരു കൈക്കുഞ്ഞ് ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ ആണ്. സോ അതുകൊണ്ട് തന്നെ അതൊരു ആൺകുട്ടിയാണെന്ന് മനസ്സിലാക്കാം. അന്നത്തെ കാലത്ത് ആൺകുട്ടികളാണെങ്കിൽ ബ്ലൂവും പെൺകുട്ടികളാണെങ്കിൽ പിങ്കും എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. സോ അതിനെ ബേസ് ചെയ്താണ് പറഞ്ഞത്. ഓക്കെ, ഇനി ക്യാപ്റ്റൻ എങ്ങനെ ഈ ഒരു എർത്ത് 828 ഫണ്ടാസ്റ്റിക് ഫോറിന്റെ യൂണിവേഴ്സിൽ എത്തി എന്നുള്ള ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഗെയിമിന്റെ അവസാനം ഇൻഫിനിറ്റി സ്റ്റോൺസ് തിരികെ വെക്കാനായിട്ട് പുറപ്പെട്ടു പോകുന്ന ക്യാപ്റ്റൻ അവസാനം അവിടെ നമ്മുടെ പെഗ്ഗി കാർട്ടറിന്റെ കൂടെ സ്റ്റേ ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചിട്ടുണ്ടാവുക. അവിടെ തന്നെ പുള്ളിക്ക് ഒരു ഫാമിലി ആയിട്ട് ഒരു കുഞ്ഞും ജനിക്കുന്നു, കാര്യങ്ങൾ അങ്ങനെ സ്മൂത്ത് ആയിട്ട് പൊക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിലൊരു പ്രശ്നമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇപ്പോൾ ആ ഒരു ടൈം ലൈനിൽ 2 ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ട്. ഒന്ന് ആ ഒരു ഐസിന്റെ ഉള്ളിൽ പെട്ടിരിക്കുന്ന ക്യാപ്റ്റൻ അമേരിക്ക, 2 ഈ ഒരു ഇൻഫിനിറ്റി സ്റ്റോൺസ് തിരിച്ചു വെക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു ക്യാപ്റ്റൻ അമേരിക്ക. സോ ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മുടെ ടിവിയുടെ കണ്ണിൽ നോക്കി കഴിഞ്ഞ ഒരു ടൈം ക്രൈം ആണ് ഇവിടെ ക്യാപ്റ്റൻ അമേരിക്ക ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലോക്കി ഇപ്പോൾ എല്ലാവർക്കും ഫ്രീ വില്ല് കൊടുത്ത് ഒക്കെ സെറ്റപ്പ് ആക്കി ആർക്ക് വേണേ എന്ത് വേണേലും ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഇത് അതിന് മുമ്പേ നടക്കുന്ന സംഭവമാണ്. സോ ഇങ്ങനെ ഒരു പരിപാടി കണ്ണിപ്പെട്ടിട്ടും എന്തുകൊണ്ട് ടിവിയെ ഇവിടെ ആക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു സംശയം ഇതിനോടകം തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇവിടെ പോസിബിൾ ആയിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട്. എന്നാൽ പോലും ഫാൻ തിയറീസിൽ തന്നെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളൊരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിവിയെ ക്യാപ്റ്റനുമായിട്ട് ചെറിയൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. നമ്മുടെ കാങ് ഡൈനാസ്റ്റി പടം ക്യാൻസൽ ചെയ്യപ്പെടുന്നതിന് മുമ്പായിട്ട് മൾട്ടിവേഴ്സ് ലെവൽ അവഞ്ചേഴ്സ് അല്ലെങ്കിൽ ലൈഫ് ബോട്ട് അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീമിനെ ഫോം അപ്പ് ചെയ്യുന്ന ഒരു പരിപാടി ടിവിയുടെ ബേസിൽ അങ്ങനെ ഒരു ടീമിനെ ഫോം അപ്പ് ചെയ്യുന്ന പരിപാടി മാർവലിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. അതായത് കാങ് ഈ ഒരു മൾട്ടിവേഴ്സിനെ തന്നെ വലിയൊരു വില്ലനായിട്ട് വരുന്ന സമയത്ത് കാങ്ങിനെ എതിരിടാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള അവഞ്ചേഴ്സിനെ എല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് ഒരു ടീമിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം. സോ ആ ഒരു ടീമിന്റെ ലീഡറായിട്ട് ടിവിയുടെ ആ ഒരു അഡ്വഞ്ചേഴ്സിനൊക്കെ മെയിൻ ആയിട്ട് ലീഡ് ചെയ്യുന്ന ഒരാളായിട്ട് ക്യാപ്റ്റൻ അമേരിക്കനെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടീമിലുള്ളവർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ സ്ട്രേഞ്ച്, വൂൾവറിൻ, ഗാംബിറ്റ്, ടോം ഹോളൻഡിന്റെ സ്പൈഡർമാൻ, ഡെഡ്പൂൾ എന്നുള്ളവരൊക്കെയാണ്. സോ അങ്ങനെ ക്യാപ്റ്റൻ അമേരിക്ക തനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തിന് സ്റ്റേ ചെയ്യുകയും അതിന് പകരമായിട്ട് ടിവിക്ക് വേണ്ടി ഇങ്ങനെയുള്ള അഡ്വഞ്ചേഴ്സിലൊക്കെ പങ്കെടുക്കുന്ന രീതിയിലൊക്കെയാണ് ആ ഒരു സ്റ്റോറി ലൈൻ പോകുന്നത് എന്നുള്ള രീതിക്കുള്ള തിയറീസ് ആണ് വരുന്നത്. സംഭവം ടിവിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ പോലും യൂണിവേഴ്സിന്റെ ചില നിയമങ്ങളുണ്ടല്ലോ, അത് തെറ്റിച്ചിട്ടാണ് ക്യാപ്റ്റൻ അമേരിക്ക ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ടൈം ട്രാവൽ നടത്തിയ ഒരു പരിപാടി ഒരു വലിയൊരു മൾട്ടിവേഴ്സൽ ഇൻക്വേഷൻ തന്നെ കാരണമാവുന്ന രീതിക്കാണ് പിന്നെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. സോ അങ്ങനെ ഈ ഒരു ഇൻക്വേഷൻ ഇടയ്ക്കോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഒക്കെ ആയിട്ട് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് പെഗ്ഗി കാർട്ടറിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, എങ്ങനെയും മരിച്ചു പോയിട്ടുണ്ടാവും പുള്ളിക്കാരി. സോ ആ ഒരു അവസരത്തിൽ വീണ്ടും ടിവിയെ മുമ്പോട്ട് വന്നിട്ട് ക്യാപ്റ്റന്റെ അടുത്ത് ഈ ഒരു യൂണിവേഴ്സിൽ നിങ്ങൾ ഇനി തുടരുന്നത് ആപത്താണെന്നും ക്യാപ്റ്റൻ അമേരിക്ക ഇല്ലാത്ത വേറൊരു യൂണിവേഴ്സിൽ നിങ്ങൾ പോയി സ്റ്റേ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് എന്നുള്ളൊരു രീതിക്ക് ഈ ഒരു ഫണ്ടാസ്റ്റിക് ഫോറിന്റെ 8-8 യൂണിവേഴ്സിലേക്ക് പുള്ളിയെ കൊണ്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ ഈ ഒരു ഫണ്ടാസ്റ്റിക് ഫോറിന്റെ യൂണിവേഴ്സിൽ തന്റെ സൂപ്പർ ഹീറോ ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ട് സ്റ്റീവ് റോജേഴ്സ് ആയിട്ട് പുള്ളിയുടെ മോന്റെ കൂടെ നൈസ് ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന രീതിയിലായിരിക്കാം ആ ഒരു സീക്വൻസ് കാണിക്കാനായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡൂംസ്ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു ടീസർ കണ്ടായിരുന്നല്ലോ, ആ ടീസറിൽ കാണിക്കുന്ന സംഭവം ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കണം. അതായത് അതിനുശേഷം ഇപ്പോൾ പ്രസന്റിൽ ക്യാപ്റ്റൻ അമേരിക്ക ഒരു ഫണ്ടാസ്റ്റിക് ഫോറിന്റെ യൂണിവേഴ്സിലായിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫണ്ടാസ്റ്റിക് ഫോറിന്റെ യൂണിവേഴ്സിൽ ഇരിക്കെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക
അമേരിക്കയ്ക്ക് ഡോക്ടർ ഡൂമിന്റെ ആ ഒരു ക്യാരക്ടറിനെ കാണേണ്ട ഒരു അവസരം വരുമല്ലോ. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ടോണി സ്റ്റാർക്കിന്റെ സെയിം മോന്ത വെച്ചിട്ട് ഒരാൾ ഇരിക്കുന്നത് കാണുമ്പോൾ ആൾ സർപ്രൈസ്ഡ് ആവാം. ഇവിടെ നിന്ന് തിയറീസ് കുറച്ചധികം ഡാർക്ക് ടേൺ ആണ് എടുക്കുന്നത്. അതായത് നമ്മുടെ ഡോക്ടർ ഡൂമിന്റെ കീഴിൽ പുള്ളിയുടേതായിട്ടുള്ളൊരു ടീം പുള്ളി ഫോം ചെയ്യുന്ന രീതിയിൽ ഇവർ പ്ലാൻ ചെയ്ത ഒരു തിയറി മുമ്പേ കറങ്ങി നടപ്പുണ്ടായിരുന്നു. സോ ആ ഒരു ടീമിൽ മെയ്സ്ട്രോ ഹൾക്ക്, സെൻട്രി, എക്സ്മാനിൽ നിന്ന് ഒരാൾ, അവരുടെയൊക്കെ കൂടെ നമ്മുടെ ക്യാപ്റ്റന്റെ ഈവിൾ വേർഷൻ ആയിട്ടുള്ള ക്യാപ്റ്റൻ ഹൈഡ്ര ഉണ്ടാവുന്നുള്ള ഒരു കാര്യവും ഒരു തിയറി ആയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ക്യാപ്റ്റൻ അമേരിക്ക, ഇനി ഒരു ഫണ്ടാസ്റ്റിക് ഫോറിന്റെ യൂണിവേഴ്സിൽ കിടക്കുന്ന ഈ ഒരു ക്യാപ്റ്റൻ അമേരിക്ക ടൈം ട്രാവൽ ചെയ്ത് ഇവിടെ വന്നതാണെന്നുള്ള ഒരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് ഡോക്ടർ ഡൂമിന് അത്ര കണ്ട് സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല. സോ അറ്റ് ലാസ്റ്റ് അത് കണ്ടുപിടിച്ചതിന് ശേഷം ഇവർ തമ്മിൽ ചെറിയൊരു എൻകൗണ്ടർ ഉണ്ടാകുന്നതും, ഡോക്ടർ ഡൂം ചെറിയൊരു കൺവിൻസിങ് സ്റ്റാർ ആണല്ലോ, അപ്പോൾ പുള്ളി തന്റെ പ്ലാൻ ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ ക്യാപ്റ്റന്റെ അടുത്ത് കൺവിൻസ് ചെയ്ത് ക്യാപ്റ്റനെ തന്റെ ഒരു അടുത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിലാക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഈ ഒരു ടീമിലോട്ട് ക്യാപ്റ്റൻ അമേരിക്ക വരുന്നത്. അങ്ങനെ പതിയെ പതിയെ പുള്ളി ആ ഒരു ക്യാപ്റ്റൻ ഹൈഡ്ര ഫോമിലോട്ട് മാറുന്നത്. അവിടെ നിന്ന് അങ്ങനെ തണ്ടർ ബോൾസിന്റെ അവസാനം ഒരു ഷിപ്പ് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ. ആ ഒരു ഷിപ്പിനകത്ത് ഫണ്ടാസ്റ്റിക് ഫോറിന്റെ കൂടെ ഡോക്ടർ ഡൂമിന്റെ ഒപ്പം ഈ ഒരു ക്യാപ്റ്റൻ അമേരിക്കയുടെ ഈവിൾ വേർഷൻ കൂടി ഉണ്ടെന്നുള്ള രീതിക്ക് വരെ തിയറീസ് പോകുന്നുണ്ട്. നമുക്ക് ഇപ്പോഴേ അത്ര കണ്ട് കാട് കയറണ്ട, കുറച്ചുകൂടെ ലീക്കും പരിപാടികളൊക്കെ കിട്ടി കഴിഞ്ഞതിന് ശേഷം ഇപ്പം തന്നെ ഒരുപാട് ലൂപ്പ് ഹോൾസ് വന്നിട്ടുണ്ടാവുമല്ലോ, അതിൽ ഒരു പരിധി വരെ അടച്ചു കഴിഞ്ഞതിന് ശേഷം അത്ര വലിയ തിയറികളിലേക്ക് കിടക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. മേ ബി ക്യാപ്റ്റൻ അമേരിക്കയുടെ മോനെ വെച്ച് ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ഒരു സെന്റിമെന്റൽ ട്രാക്ക് പിടിച്ചോ ഒക്കെ ആവാൻ ഡോക്ടർ ഡൂം ക്യാപ്റ്റനെ പുള്ളിയുടെ ഒരു വഴിക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു റീസണിങ് അവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക ഒക്കെ എത്രമാത്രം ഐഡിയോളജിയിൽ കിടുവായിട്ടുള്ള ക്യാരക്ടറാണ് നമുക്കറിയാലോ. സോ ആ ഒരു ക്യാരക്ടർ അങ്ങോട്ട് ചാടണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള റീസണിങ് തന്നെ വേണം, അല്ലാത്ത പക്ഷം പണി വാങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. എന്തായാലും ഡോക്ടർ ഡൂമിന്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്താണെന്നുള്ളൊരു കാര്യത്തിൽ ഈ തിയറീസ് എന്നുള്ളതല്ലാതെ മാർവലിൽ പരോക്ഷമായിട്ട് ഇതുവരെ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടില്ല. സോ എന്തിനു വേണ്ടിയാണ് ഡോക്ടർ ഡൂം മെയിനായിട്ട് ഇറങ്ങി തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി നമ്മുടെ തിയറിയിൽ കവിഞ്ഞ് മാർവലിൽ നിന്നൊരു ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ക്യാരക്ടേഴ്സിനെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിൽ ചെറിയൊരു നല്ല രീതിക്കുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. സോ കൂടുതൽ ലീക്കുകൾ വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ലീക്കിനെ ബേസ് ചെയ്ത് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. രൂപപ്പെട്ട തിയറികൾ ഇതൊക്കെയാണ്. ക്യാപ്റ്റൻ അമേരിക്കനെ ഈ ഒരു രീതിയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളൊരു കാര്യവും ഈ ഒരു തിയറി എത്രമാത്രം വർക്കൗട്ട് ആവാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങളുടെ പ്രഡിക്ഷനും പരിപാടികളും എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.